തീർച്ചയായും ആ ക്യാബിനുള്ളിൽ ശരീരമുണ്ട് എന്നതാണ് ഈ ദൃശ്യങ്ങളിലും ഒരുപക്ഷെ മനാഫ് ഇതുവരെ പറഞ്ഞ എല്ലാ അദ്ദേഹത്തിൻ്റെ പറച്ചിലുകളും കൃത്യമായിട്ടുണ്ട്. ഇതിലും അദ്ദേഹം അത്രയേറെ ഉറപ്പിക്കുകയാണ്, അത്രയേറെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അത് ഈ ഘട്ടത്തിൽ കാരണം അങ്ങനെ ആ വാഹനത്തെയും അവരുടെ റൂട്ടിനെയും അതിൻ്റെ സംഭവഗതികളെയും ഒക്കെ അത്ര കണ്ട് മനസ്സിൽ കുറിച്ചിട്ട ഒരാൾ എന്ന നിലയിൽ കൂടിയാണ് മനാഫിനെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. കാരണം മനാഫ് ആദ്യം മുതൽ പറയുന്ന കാര്യങ്ങൾ നാം നോക്കണമായിരുന്നു. അർജുൻ ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുള്ള സമയത്താണോ മണ്ണിടിച്ചിലുണ്ടായത്, ലോറിയും അർജുനും രണ്ടിടത്താണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുമാനങ്ങൾ ഉള്ളപ്പോഴൊക്കെ അന്നൊക്കെ മനാഫ് പറയുന്നുണ്ടായിരുന്നു ഈ ലോറിയിലേക്ക് മണ്ണ് വീണു, അതിനുള്ളിൽ അർജുനുണ്ട്, ഒരുപക്ഷെ അതിനുള്ളിൽ ക്യാബിൻ പൊളിഞ്ഞിട്ടില്ല എങ്കിൽ അർജുൻ ജീവനോടെ ഉണ്ടാകും, അതുകൊണ്ട് തെരച്ചിൽ ഊർജിതമാക്കണമെന്ന ആദ്യ നിമിഷങ്ങൾ മുതൽ തന്നെ മനാഫ് പറയുന്നുണ്ടായിരുന്നു. ഒടുവിൽ കേരളത്തിൻ്റെ സമ്മർദ്ദം നേരിട്ട് മന്ത്രിമാരാൽ അവിടെ എത്തി സമ്മർദ്ദം ചെലുത്തുന്ന ഘട്ടത്തിലാണ് കർണാടക സർക്കാർ ഉണരുന്നത്. ആദ്യഘട്ടത്തിൽ ഒരുപാട് നിസ്സംഗതയുണ്ടായി. അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു, മാസങ്ങൾ പിന്നിടുന്നു, ഏതാണ്ട് 72 ദിവസം കഴിയുന്നു. നോക്കൂ, 73-ാം ദിവസമാണ് ഇത്തരത്തിൽ ഒരു സംഭവം നമുക്ക് കണ്ടുപിടിക്കാനാകുന്നത്, ഇത്ര വലിയ ലോറി കണ്ടുപിടിക്കാനാകുന്നത്. എന്തായിരുന്നാലും ആ കാലാവസ്ഥയും അവിടുത്തെ പ്രതികൂലമായ ഭൂമിശാസ്ത്രവും ഒക്കെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്, പൂർണ്ണമായും പറയുകയല്ല എങ്കിൽ പോലും. പക്ഷേ ആ ക്യാബിനുള്ളിൽ അർജുൻ സീറ്റ് ബെൽറ്റ് ഇട്ട് ഡ്രൈവ് ചെയ്ത രീതിയിൽ തന്നെയാണ് മണ്ണിടിച്ചിലിന് മുമ്പ് ഇരുന്നത്. ആ രീതിയിൽ തന്നെ ഇപ്പോഴും അർജുൻ ആ ക്യാബിനുള്ളിൽ ഉണ്ട്. ഈ 72 ദിവസങ്ങൾക്ക് ശേഷവും 73-ാം ദിവസവും ക്യാബിനുള്ളിൽ അർജുനുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് മനാഫ്. ദൂരെ നിന്നുള്ള ദൃശ്യങ്ങളാണ് സ്വാഭാവികമായും ക്യാബിനുള്ളിലേക്ക് ചുരുങ്ങിക്കൂടിയത് കൊണ്ട് ആ ഇടിയുടെ ആഘാതത്തിൽ അല്ലെങ്കിൽ മൺവീഴ്ചയുടെ ആഘാതത്തിൽ ചുരുണ്ടുപോയത് കൊണ്ട് ഒരുപക്ഷെ അതിനുള്ളിൽ കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് കാണാനാകുന്നില്ല. പക്ഷേ മനാഫ് പറഞ്ഞതുകൊണ്ടാണോ എന്തോ അതിനുള്ളിൽ ഒരു മൃതദേഹമുണ്ട്, ഒരു ശരീരമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നു ദൃശ്യങ്ങൾ.